എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാലയങ്ങളിൽ കലയുടെ പ്രാധാന്യം എന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. ആദ്യം തന്നെ ഒരു പ്രശസ്ത എഴുത്തുകാരി പറഞ്ഞ വാചകത്തോടെ തന്നെ തുടങ്ങാം. ഒരു പ്രശസ്ത തമിഴ് എഴുത്തുകാരി പറയുകയാണ്, നമുക്ക് ജീവിക്കാൻ ഒരു കഷ്ണം റൊട്ടി മാത്രം പോരാ, റോസാപ്പൂവും വേണമെന്ന്. റോസാപ്പൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല എന്നാണ്. നമുക്ക് ജീവിക്കാൻ ഭക്ഷണം മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ കലയെ മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കല എന്താണെന്ന് പറയാം. നമുക്കറിയാം, കല എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നതും നമ്മുടെ മനസ്സും ശാന്തമാക്കുന്നതും ഒക്കെയാണ്. അത് ഇപ്പോൾ നമ്മളൊരു കല അവതരിപ്പിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ആൾക്കും അത് ആസ്വദിക്കുന്ന ആൾക്കും വളരെയധികം സന്തോഷം തന്നെ ഉണ്ടാക്കാൻ കല കാരണമാകുന്നു. കല എന്ന് പറയുമ്പോൾ അത് നാടകം, നൃത്തം, സംഗീതം, കഥാപ്രസംഗം എന്നിങ്ങനെ നിരവധി കലകളുണ്ട്. ഈ ലോകത്തിലെ എല്ലാവർക്കും ഓരോ കല വീതം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് നമ്മളെ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, വിദ്യാലയങ്ങളിൽ കലയുടെ പ്രാധാന്യം വളരെയധികം വലുത് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ പല കുട്ടികൾക്കും വേറെ വേറെ കഴിവായിരിക്കും. കുറച്ചു കുട്ടികൾക്ക് പഠിക്കാനും കുറച്ചു കുട്ടികൾക്ക് കളിക്കാനും, എന്നാൽ കുറച്ചു കുട്ടികൾക്ക് കലയോടുമൊക്കെ ആയിരിക്കും കഴിവ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ കലോത്സവമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ കല പുറത്ത് കൊണ്ടുവരാനും അവരുടെ കഴിവ് വളർത്തിയെടുക്കാനും ഒക്കെയാണ് നമ്മളുടെ വിദ്യാലയങ്ങളിൽ കലോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾ പങ്കെടുക്കുകയും അവർക്ക് 1ാം റാങ്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ സബ് ജില്ലാ തലത്തിലും അങ്ങനെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലോട്ടുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമായി ബാധിക്കുമോ എന്നായി പല അച്ഛനമ്മമാരുടെയും സംശയം എന്നത്. പക്ഷേങ്കിൽ അത് തെറ്റായ ചിന്താഗതി തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ കല മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ നമുക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടാൻ കാരണമാകുന്നു. അപ്പോൾ കല ഒരിക്കലും നമുക്ക് ഒരു ദോഷമായി മാറുന്നില്ല, നമുക്ക് വളരെയധികം ഉപകാരമായി തന്നെയാണ് മാറുന്നത്. അത് കല നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം സമാധാനമില്ലായ്മയാണ്. കാരണം പഠനത്തിനോട് കൂടുതൽ ഇടപെടുമ്പോൾ അവർക്ക് ഒരു സമാധാനം വളരെയധികം കുറവായിരിക്കും. അപ്പോൾ കലയിലുമൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. അത് കാണുന്ന ആൾക്കും വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ കലോത്സവത്തിനൊക്കെ കൂടുതൽ മുൻഗണന കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ നമുക്ക് കലാപരമായ കഴിവുള്ള വിദ്യാർത്ഥികളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കലോത്സവങ്ങളും മറ്റ് പരിപാടികൾക്കൊക്കെ ഏർപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുകയും നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യുകയുള്ളൂ. നമുക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇനിയും ആ പരിപാടിയിൽ കൂടണമെന്നുമൊക്കെ നമുക്ക് വിചാരം വരികയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടിയാൽ മാത്രമേ നമ്മുടെ കഴിവ് പുറം മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിദ്യാലയങ്ങൾ കലാപഠനത്തിന്റെ പ്രാധാന്യം വളരെയധികം വലുത് തന്നെയാണ്. എങ്കിൽ മാത്രമേ വരും തലമുറയിൽ വലിയ പാട്ടുകാരും ഒക്കെ വളർന്നു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.